എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് SCRT റിവിഷൻ സീരീസ് ആണ്. അത് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിവിഷൻ സീരീസൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായാൽ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് കേരള PSC ട്രെൻഡ്സ്, അവസാനം Z ആണ്, ഈ മുകളിൽ കാണാൻ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മളെ ബയോയിലെ ലിങ്കിലും നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അപ്പോൾ അങ്ങനെയും കയറാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കാം. മാച്ചു പിക്ചുവിൻ്റെ ഉയരങ്ങൾ എന്ന കവിത രചിച്ച ലാറ്റിൻ അമേരിക്കൻ കവി ആരാണ്? മാച്ചു പിക്ചുവിൻ്റെ ഉയരങ്ങൾ എന്ന കവിത രചിച്ച ലാറ്റിൻ അമേരിക്കൻ കവി ആരാണ്? അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ, പാബ്ലോ നെരൂദ, റൂസോ. ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പാബ്ലോ നെരൂദയാണ്. പാബ്ലോ നെരൂദയാണെന്ത്? മാച്ചു പിക്ചുവിൻ്റെ ഉയരങ്ങൾ എന്ന കവിത രചിച്ചത്. മാച്ചു പിക്ചുവിൻ്റെ ഉയരങ്ങൾ എന്ന കവിത രചിച്ച ആളാരാണ്? പാബ്ലോ നെരൂദയാണ്. പാബ്ലോ നെരൂദയാണ്. മാച്ചു പിക്ചു ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? അല്ലെങ്കിൽ മാച്ചു പിക്ചു എന്ന് പറഞ്ഞ സ്ഥലം ഏത് രാജ്യത്താണ്? യുറുഗ്വായ്, പെറു, ചിലി. യുറുഗ്വായ്, പെറു, ചിലി. അപ്പോൾ ഏത് രാജ്യത്താണ് മാച്ചു പിക്ചു? ഉത്തരം പെറു ആണ്. ഓപ്ഷൻ ബി, പെറുവിലാണെന്ത് മാച്ചു പിക്ചു സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മാച്ചു പിക്ചു എന്ന ഇത് സ്ഥിതി ചെയ്യുന്നത് പെറുവിലാണ്. അടുത്തത് നോക്കാം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആരൊക്കെ? അപ്പോൾ താഴെ 4 പേരുകളുണ്ട്. അതിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ നേതാക്കളുണ്ട്, അല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആരൊക്കെയാണ്? 1 ജോസേ ഡി സാൻ മാർട്ടിൻ, 2 സൈമൺ ബൊളിവർ, 3 പാബ്ലോ നെരൂദ, 4 ഫ്രാൻസിസ്കോ മിറാണ്ട. ഇതിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പാബ്ലോ നെരൂദയാണ്. പാബ്ലോ നെരൂദയാണ്. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ നേതാക്കൾ ആരൊക്കെയായിരുന്നു? ജോസേ ഡി സാൻ മാർട്ടിൻ, സൈമൺ ബൊളിവർ, ഫ്രാൻസിസ്കോ മിറാണ്ട. ഒന്നുകൂടി പറയാം. ജോസേ ഡി സാൻ മാർട്ടിൻ, സൈമൺ ബൊളിവർ, ഫ്രാൻസിസ്കോ മിറാണ്ട. ഈ 3 നേതാക്കളായിരുന്നു എന്ത്? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. പാബ്ലോ നെരൂദ ആരാണ്? അദ്ദേഹം സാഹിത്യകാരനാണ്, ലാറ്റിൻ അമേരിക്കക്കാരൻ തന്നെയാണ്, ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരനാണ്. മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ എന്ന കവിത രചിച്ച ആളാണ് ആര്? പാബ്ലോ നെരൂദ. നമ്മൾ ഒന്നാമത്തെ ചോദ്യം പഠിച്ചതാണ്. അപ്പോൾ പാബ്ലോ നെരൂദ അതാണ്. അപ്പോൾ ജോസേ ഡി സാൻ മാർട്ടിനും സൈമൺ ബൊളിവറും ഫ്രാൻസിസ്കോ മിറാണ്ടയുമാണ് എന്ത്? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികൾ. അമ്മ എന്ന ലോകപ്രശസ്ത നോവൽ എഴുതിയ റഷ്യൻ സാഹിത്യകാരൻ ആരാണ്? അപ്പോൾ അമ്മ എന്ന ലോകപ്രശസ്ത നോവൽ എഴുതിയ റഷ്യൻ സാഹിത്യകാരൻ ആരാണ്? ലിയോ ടോൾസ്റ്റോയ്, മാക്സിം ഗോർക്കി, കാൾ മാർക്സ്, ഫെഡറിക് എംഗൽസ്. ലിയോ ടോൾസ്റ്റോയ്, മാക്സിം ഗോർക്കി, കാൾ മാർക്സ്, ഫെഡറിക് എംഗൽസ്. അമ്മ എന്ന ലോകപ്രശസ്ത നോവൽ എഴുതിയ റഷ്യൻ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മാക്സിം ഗോർക്കിയാണ്. മാക്സിം ഗോർക്കിയുടെ നോവലാണെന്ത്? അമ്മ എന്ന നോവൽ. അപ്പോൾ അമ്മ എന്ന ലോകപ്രശസ്ത നോവൽ എഴുതിയ ആരാണ്? മാക്സിം ഗോർക്കിയാണ്. ഇദ്ദേഹം റഷ്യൻ സാഹിത്യകാരനാണ്. ലിയോ ടോൾസ്റ്റോയും ആരാണ്? റഷ്യൻ സാഹിത്യകാരനാണ്. കാൾ മാർക്സും ഫെഡറിക് എംഗൽസും ആരാണ്? മാർക്സിസം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാക്കളാണ് ആര്? കാൾ മാർക്സും ഫെഡറിക് എംഗൽസും. ഇവരൊക്കെ എന്താണ്? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട സാഹിത്യകാരന്മാരും പരിഷ്കർത്താക്കളുമൊക്കെയാണ് എന്ത്? ഇവരെല്ലാവരും. അടുത്തത് നോക്കാം. റഷ്യയിലെ തൊഴിലാളികളെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഏതെല്ലാമായിരുന്നു? റഷ്യയിലെ തൊഴിലാളികളെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഏതെല്ലാമായിരുന്നു? റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തിന് കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചത്. ഒന്നാമത്തെ പ്രസ്താവന. 2 റഷ്യയുടെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉൽപ്പാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു. കൂടാതെ ഭൂരഹിതരായ അവർ എന്ത് ചെയ്തു? നികുതി ഭാരവും വഹിക്കേണ്ടി വന്നു. രണ്ടാമത്തെ പ്രസ്താവന. മൂന്നാമത്തേത് നോക്കാം. പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു റഷ്യയുടെ വ്യാവസായിക ഉൽപ്പാദനം. എന്നാൽ തുച്ഛമായുള്ള വ്യവസായങ്ങളിൽ ഭൂരിഭാഗവും എന്താണ്? വിദേശികളായിരുന്നു നിയന്ത്രിച്ചിരുന്നത്.
റഷ്യയുടെ വ്യാവസായിക ഉൽപ്പാദനം എന്താണ്? തുച്ഛമായിരുന്നു. പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്ന റഷ്യയുടെ വ്യാവസായിക ഉൽപ്പാദനം എന്താണ്? തുച്ഛമായിരുന്നു. ഉള്ള വ്യവസായങ്ങളിൽ ഭൂരിഭാഗവും ആരാണ്? വിദേശികളാണ് നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ എന്താണ്? ഈ 3 കാര്യങ്ങളും ശരി, ഈ 3 ഘടകങ്ങളുമാണ് എന്ത്? റഷ്യയിലെ തൊഴിലാളികളെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ റഷ്യയിലെ തൊഴിലാളികളെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഘടകം, റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തിൻ്റെ കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും എന്താണ്? ദുരിതപൂർണമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? റഷ്യയുടെ കാർഷിക മേഖലയിൽ കുറഞ്ഞ ഉൽപ്പാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു. കൂടാതെ എന്താണ്? ഭൂരഹിതരായ കർഷകർ നികുതി ഭാരവും വഹിക്കേണ്ടി വന്നു. മൂന്നാമത്തെ അവസ്ഥ എന്താണ്? പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്ന റഷ്യയുടെ വ്യാവസായിക ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിരുന്നു. ഉള്ള വ്യവസായങ്ങൾ ഭൂരിഭാഗവും ആരായിരുന്നു? വിദേശികളായിരുന്നു നിയന്ത്രിച്ചത്. ഈ 3 കാര്യങ്ങളാണ് എന്ത്? വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ റഷ്യയിലെ തൊഴിലാളികളെ പ്രേരിപ്പിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. റഷ്യൻ വിപ്ലവകാലവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. റഷ്യൻ വിപ്ലവകാലവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, ആൻഡൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിൽ ചിത്രീകരിച്ചു. അതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ റഷ്യൻ കാലവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, ആൻഡൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാരെന്ത് ചെയ്തു? അവരുടെ കൃതികളിലൂടെ ചിത്രീകരിച്ചു. രണ്ടാമത്തെ പ്രസ്താവന, കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നു. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ മാർക്സിസ്റ്റ് ആശയങ്ങൾ ആവിഷ്കരിച്ചത് കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ചേർന്നാണ്. അവരാവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ എന്ത് ചെയ്തു? തൊഴിലാളികൾക്ക് ആവേശം പകർന്നു. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. അപ്പോൾ ഈ മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി കൊണ്ട് എന്ത് ചെയ്തു? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. റഷ്യയിൽ സോഷ്യൽ വർക്കേഴ്സ് ഡെമോക്രാറ്റിക് പാർട്ടി രൂപം കൊണ്ടു. ഇത് മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി കൊണ്ടാണ് ഈ ഒരു പാർട്ടി രൂപം കൊണ്ടത്. അതും എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി മെൻഷെവിക്കുകൾ അഥവാ ന്യൂനപക്ഷം, ബോൾഷെവിക്കുകൾ അഥവാ ഭൂരിപക്ഷം എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞു. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ത് ചെയ്തു? മെൻഷെവിക്കുകൾ എന്ന ന്യൂനപക്ഷമായിട്ടും ബോൾഷെവിക്കുകൾ എന്ന ഭൂരിപക്ഷം ഇങ്ങനെ 2 വിഭാഗമായിട്ട് തിരിഞ്ഞു. അതും എന്താണ്? ശരിയാണ്. ലെനിൻ, ട്രോട്സ്കി എന്നിവർ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകി. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ ബോൾഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് ലെനിനും ട്രോട്സ്കിയുമാണ്. അലക്സാണ്ടർ ഫ്ലെമിങ് മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകി. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിങ് അല്ല, അലക്സാണ്ടർ കെരൻസ്കിയാണ്. അലക്സാണ്ടർ കെരൻസ്കിയാണ് എന്ത്? മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ ഇതിൽ അവസാനത്തെ പ്രസ്താവനയാണ് തെറ്റ്. ബാക്കിയുള്ള പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നോക്കാം പ്രസ്താവനകൾ. തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, അതുപോലെ ആൻഡൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിലൂടെ ചിത്രീകരിച്ചു. രണ്ടാമത്തേത്, കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നു. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി മെൻഷെവിക്കുകൾ അഥവാ ന്യൂനപക്ഷം, ബോൾഷെവിക്കുകൾ അഥവാ ഭൂരിപക്ഷം എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞു. ലെനിൻ, ട്രോട്സ്കി എന്നിവർ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകി. മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയതാരാണ്? അലക്സാണ്ടർ കെരൻസ്കിയാണ്. അലക്സാണ്ടർ കെരൻസ്കിയാണ് എന്ത്? മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ്? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അത് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിലെ തെറ്റ് എന്തായിരുന്നു എന്നുള്ളത്. ലെനിൻ, ട്രോട്സ്കി, അലക്സാണ്ടർ കെരൻസ്കി. അപ്പോൾ അലക്സാണ്ടർ കെരൻസ്കിയാണ് എന്ത്? മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത്. മെൻഷെവിക്കുകൾ അഥവാ ന്യൂനപക്ഷം. ബോൾഷെവിക്കുകൾ അഥവാ ഭൂരിപക്ഷത്തിന് നേതൃത്വം നൽകിയ ആളുകളാണ് ലെനിനും ട്രോട്സ്കിയും. ലെനിനും ട്രോട്സ്കിയും നേതൃത്വം നൽകിയത് ബോൾഷെവിക്കുകൾക്കും
മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൻസ്കിയാണ്. അലക്സാണ്ടർ കെരൻസ്കി. മുന്നത്തെ ചോദ്യത്തിലുള്ള തെറ്റായ പ്രസ്താവന എന്തായിരുന്നു? അവിടെ അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്നായിരുന്നു തന്നിരുന്നത്. എന്നാൽ അലക്സാണ്ടർ കെരൻസ്കി ആണെന്ത് മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത്. അടുത്ത ചോദ്യം നോക്കാം. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമായ രക്തരൂക്ഷിത ഞായറാഴ്ച അഥവാ ബ്ലഡി സൺഡേ നടന്നത് എന്നാണ്? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണെന്ത് രക്തരൂക്ഷിത ഞായറാഴ്ച അല്ലെങ്കിൽ ദ ബ്ലഡി സൺഡേ എന്ന് പറയുന്നത്. അത് എന്നാണ് നടന്നത്? അപ്പോൾ രക്തരൂക്ഷിത ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് റഷ്യൻ വിപ്ലവമാണ്. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് നടന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1905 ജനുവരി 9. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1905 ജനുവരി 9 രക്തരൂക്ഷിത ഞായറാഴ്ച അല്ലെങ്കിൽ ദ ബ്ലഡി സൺഡേ നടന്നത്. അപ്പോൾ 1905 മറ്റൊരു പ്രത്യേകത എന്താണ്? കേഴ്സൺ പ്രഭു ബംഗാളിനെ രണ്ടായി വിഭജിച്ച വർഷമാണ് 1905. അപ്പോൾ ഇന്ത്യയിൽ ബംഗാൾ വിഭജനം നടക്കുന്ന അതേ സമയത്താണെന്ത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് റഷ്യയിൽ രക്തരൂക്ഷിത ഞായറാഴ്ച അല്ലെങ്കിൽ ദ ബ്ലഡി സൺഡേ എന്ന സംഭവം ഉണ്ടായത്. ബ്ലഡി സൺഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിലാളികൾ പെട്രാഗാഡിലേക്ക് മാർച്ച് നടത്തി. എന്ത് ചെയ്തു? അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? പെട്രാഗ്രാഡിലേക്ക് മാർച്ച് നടത്തി. ഈ മാർച്ചിലേക്ക് പട്ടാളക്കാർ വെടിവെച്ചു. ഒരുപാട് ആളുകൾ മരിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലഡി സൺഡേ അല്ലെങ്കിൽ രക്തരൂക്ഷിത ഞായറാഴ്ച എന്ന് പറയുന്നത്. ഇത് നടന്നത് 1905 ബംഗാൾ വിഭജനം നടന്ന അതേ വർഷമാണ്. 1905 ജനുവരി മാസം 9 ജനുവരി ആദ്യത്തെ മാസം 9 ജനുവരി മാസം 9 എന്ത് രക്തരൂക്ഷിത ഞായറാഴ്ച നടന്നത്. ബംഗാൾ വിഭജനം നടന്ന അതേ വർഷം ജനുവരി 9. അടുത്ത ചോദ്യം. ദ ബ്ലഡി സൺഡേ സംഭവം നടന്ന സ്ഥലം. ബ്ലഡി സൺഡേ സംഭവം നടന്ന സ്ഥലം മോസ്കോ, റോം, പെട്രോഗ്രാഡ്, പൊട്ടംകീൻ. മോസ്കോ, റോം, പെട്രോഗ്രാഡ്, പൊട്ടംസ്കീൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ബ്ലഡി സൺഡേ നടന്നത് എവിടെയാണ്? പെട്രോഗ്രാഡാണ്. പെട്രോഗ്രാഡിലേക്ക് തൊഴിലാളികൾ നടത്തിയ മാർച്ചിന് നേരെ പട്ടാളം വെടിവെച്ചതാണെന്ത് രക്തരൂക്ഷിത ഞായറാഴ്ച അല്ലെങ്കിൽ ദ ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നത്. 1905 ജനുവരി 9 ഈ ഒരു സംഭവം നടന്നത്. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവമാണെന്ത് ബ്ലഡി സൺഡേ അല്ലെങ്കിൽ രക്തരൂക്ഷിത ഞായറാഴ്ച എന്ന് അറിയപ്പെടുന്നത്. സാർ ചക്രവർത്തിമാരുടെ ഭരണകാലത്തെ യഥാർത്ഥ സംഭവത്തെ അധികരിച്ച് നിർമ്മിച്ച ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീൻ എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? അപ്പോൾ സാർ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് യഥാർത്ഥ സംഭവത്തെ അധികരിച്ച് നിർമ്മിച്ച ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീൻ എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? ജോൺ റീഡ്, മാക്സിം ഗോർക്കി, സെർഗി ഐൻസ്റ്റീൻ. ജോൺ റീഡ്, മാക്സിം ഗോർക്കി, സെർഗി ഐൻസ്റ്റീൻ. ഇപ്പോൾ സാർ ചക്രവർത്തിമാരുടെ ഭരണകാലത്തെ യഥാർത്ഥ സംഭവത്തെ അധികരിച്ചുകൊണ്ട് നിർമ്മിച്ച സിനിമയാണെന്ത് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീൻ എന്ന സിനിമ. അതിൻ്റെ സംവിധായകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. സെർഗി ഐൻസ്റ്റീൻ ആണ്. സെർഗി ഐൻസ്റ്റീൻ്റെ ചലച്ചിത്രമാണെന്ത് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീൻ. ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീൻ എന്ന ചിത്രം ആരുടേതാണ്? സെർഗി ഐൻസ്റ്റീൻ്റെ ചലച്ചിത്രമാണ്. സാർ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ചലച്ചിത്രമാണെന്ത് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീൻ എന്ന ചിത്രം. സംവിധാനം ചെയ്തത് സെർഗി ഐൻസ്റ്റീൻ ആണ്. സെർഗി ഐൻസ്റ്റീൻ. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? സെർഗി ഐൻസ്റ്റീൻ, ജോൺ റീഡ്, ലിയോ ടോൾസ്റ്റോയ്, ആൻഡൺ ചെക്കോവ്. ഇപ്പോൾ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ബി ആണ്. ജോൺ റീഡാണ്. ജോൺ റീഡാണ്. അപ്പോൾ ഓപ്ഷൻ എ സെർഗി ഐൻസ്റ്റീൻ്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു. ബാറ്റിൽ ഷിപ്പ് ഓഫ് പൊട്ടംകീൻ എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകനാണ്. അപ്പോൾ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ജോൺ റീഡാണ്. ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇദ്ദേഹം സെർഗി ഐൻസ്റ്റീൻ ചലച്ചിത്രം നിർമ്മിച്ചത്. അപ്പോൾ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് സെർഗി ഐൻസ്റ്റീൻ അല്ല, ജോൺ റീഡാണ്. ജോൺ റീഡ്. സെർഗി ഐൻസ്റ്റീൻ എന്താണ്? ബാറ്റിൽ ഷിപ്പ് ഓഫ് പൊട്ടംകീൻ എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകനാണ്. അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആകരുത്. ലിയോ ടോൾസ്റ്റോയും ആൻഡൺ ചെക്കോവും ഒക്കെ എന്താണ്? റഷ്യൻ വിപ്ലവ കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരാണ്. അവരുടെ സാഹിത്യങ്ങളിലൂടെ അല്ലെങ്കിൽ അവരുടെ സാഹിത്യ സൃഷ്ടികളിലൂടെയൊക്കെ അവർ വിപ്ലവങ്ങൾക്കുള്ള പ്രചോദനം നൽകിയ ആളുകളാണ് ലിയോ ടോൾസ്റ്റോയും ആൻഡൺ ചെക്കോവും തുടങ്ങിയ ആളുകൾ.
റഷ്യൻ വിപ്ലവകാലത്ത് രൂപീകരിച്ച റഷ്യയിലെ നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് എന്താണ്? അന്നത്തെ സമരത്തിൻ്റെയൊക്കെ ഫലമായിക്കൊണ്ട് സാർ ചക്രവർത്തി എന്ത് ചെയ്തു? ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ നിർബന്ധിതനായി. അപ്പോൾ ഈ അന്ന് രൂപീകരിച്ച ഈ ഒരു നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് എന്താണ്? കോമൺസ്, ദ്യൂമ, ജനറൽ സ്റ്റേറ്റ്സ്, മെൻഷെവിക്ക്. കോമൺസ്, ദ്യൂമ, ജനറൽ സ്റ്റേറ്റ്സ്, മെൻഷെവിക്ക്. ദ്യൂമയാണോ ഉത്തരം? ഓപ്ഷൻ ബി ദ്യൂമയാണ്. അപ്പോൾ വിപ്ലവകാലത്ത് രൂപീകരിച്ച റഷ്യയിലെ നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് ദ്യൂമ എന്നാണ്. അപ്പോൾ സാർ ചക്രവർത്തിമാർ ദ്യൂമ എന്ന പേരിൽ ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ നിർബന്ധിതരായി തൊഴിലാളി പ്രക്ഷോഭങ്ങളെ തുടർന്ന്. ജനറൽ സ്റ്റേറ്റ്സ് എന്താണ്? ജനറൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് അവിടുത്തെ സഭയാണ്. അവിടുത്തെ സഭയാണ് എന്ത്? ജനറൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. മെൻഷെവിക്ക് നമുക്കറിയാം സോഷ്യൽ വർക്കേഴ്സ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ത് ചെയ്തു? രണ്ട് യൂണിറ്റായി തിരിഞ്ഞു. അതിലൊരു യൂണിറ്റാണ് മെൻഷെവിക്ക്, ഒന്ന് ബോൾഷെവിക്ക്. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ദ്യൂമ എന്ന നിയമനിർമ്മാണ സഭയായിരുന്നു എന്ത്? വിപ്ലവകാലത്ത് തൊഴിലാളികളുടെ പ്രക്ഷോഭത്തെ തുടർന്ന് സാർ ചക്രവർത്തി രൂപീകരിച്ചത്. അദ്ദേഹം നിർബന്ധിതനായി ഈ ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ. അതിൻ്റെ പേരാണെന്ത്? ദ്യൂമ എന്ന് പറയുന്നത്. റഷ്യയിൽ ഫെബ്രുവരി വിപ്ലവം നടന്ന മാസം ഏതാണ്? റഷ്യയിലെ ഫെബ്രുവരി വിപ്ലവം നടന്ന മാസം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. ഈ മാസങ്ങളിൽ ഏത് മാസങ്ങളിലാണ് ഫെബ്രുവരി വിപ്ലവം നടന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മാർച്ചാണ്. മാർച്ച് മാസത്തിലാണ് എന്ത്? ഫെബ്രുവരി വിപ്ലവം നടന്നത്. അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ ഒരു മാസം പിറകിലാണ് എന്ത്? റഷ്യൻ കലണ്ടർ. അതുകൊണ്ടാണ് മാർച്ചിൽ നടന്ന വിപ്ലവത്തെ ഫെബ്രുവരി വിപ്ലവം എന്ന് റഷ്യയിൽ അറിയപ്പെടാൻ കാരണം. അപ്പോൾ റഷ്യയിലെ ഫെബ്രുവരി വിപ്ലവം നടന്നത് മാർച്ച് മാസത്തിലാണ്. അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ ഒരു മാസം പിറകിലാണ് എന്ത്? റഷ്യൻ കലണ്ടർ. അതുകൊണ്ടാണ് മാർച്ചിൽ നടന്ന വിപ്ലവം അവിടെ ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടാനുള്ള കാരണം. ഫെബ്രുവരി വിപ്ലവം നടക്കുമ്പോഴത്തെ സാർ ചക്രവർത്തി ആരായിരുന്നു? ഫെബ്രുവരി വിപ്ലവം നടക്കുന്ന സമയത്ത് സാർ ചക്രവർത്തി ആരായിരുന്നു? നിക്കോളാസ് ഒന്നാമൻ, ലൂയി 14, നിക്കോളാസ് രണ്ടാമൻ, ലൂയി 15. ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്, നിക്കോളാസ് രണ്ടാമനായിരുന്നു. നിക്കോളാസ് രണ്ടാമനായിരുന്നു ഫെബ്രുവരി വിപ്ലവം നടക്കുമ്പോഴത്തെ സാർ ചക്രവർത്തി. അപ്പോൾ ഫെബ്രുവരി വിപ്ലവം നടക്കുന്ന സമയത്ത് സാർ ചക്രവർത്തി ആരായിരുന്നു? നിക്കോളാസ് രണ്ടാമനായിരുന്നു. ലൂയി 14 15 ഒക്കെ എന്താണ്? ഫ്രഞ്ച് ചക്രവർത്തിമാരായിരുന്നു. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പോൾ നിക്കോളാസ് രണ്ടാമനാണെന്ത്? ഫെബ്രുവരി വിപ്ലവം നടക്കുമ്പോഴുള്ള സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ. ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം വന്ന താൽക്കാലിക ഗവൺമെൻറ്റിന് നേതൃത്വം നൽകിയ മെൻഷെവിക് നേതാവ് ആരായിരുന്നു? ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം എന്ത് ചെയ്തു? ഒരു താൽക്കാലിക ഗവൺമെൻറ് അവിടെ അധികാരത്തിൽ വന്നു. അതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? വ്ളാഡിമിർ ലെനിൻ, ട്രാട്സ്കി, നിക്കോളാസ്, അലക്സാണ്ടർ കെരൻസ്കി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അലക്സാണ്ടർ കെരൻസ്കി ആണ്. അദ്ദേഹമായിരുന്നു എന്ത്? മെൻഷെവിക്കുകളുടെ അഥവാ ന്യൂനപക്ഷത്തിൻ്റെ നേതാവ്. അപ്പോൾ ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം ഒരു താൽക്കാലിക ഗവൺമെൻറ് വന്നു. ആരുടെ നേതൃത്വത്തിൽ? മെൻഷെവിക് നേതാവായിരുന്ന അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലാണ് എന്ത്? റഷ്യയിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം താൽക്കാലിക ഗവൺമെൻറ്റിന് നേതൃത്വം നൽകിയത് മെൻഷെവിക് നേതാവായിരുന്ന അലക്സാണ്ടർ കെരൻസ്കിയാണ്. വ്ളാഡിമിർ ലെനിനും ട്രാട്സ്കിയും ആരാണ്? ബോൾഷെവിക്കുകളുടെ നേതാവാണ്. നിക്കോളാസ് ആരായിരുന്നു? ഫെബ്രുവരി വിപ്ലവം നടക്കുമ്പോഴുള്ള ഫ്രഞ്ച് ചക്രവർത്തി, സാർ ചക്രവർത്തിയായിരുന്നു നിക്കോളാസ് രണ്ടാമൻ. അപ്പോൾ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലാണ് എന്ത്? താൽക്കാലിക ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം. 1917 വ്ളാഡിമിർ ലെനിൻ്റെ നേതൃത്വത്തിൽ ബോൾഷെവിക്കുകൾ സായുധ വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചടക്കിയ സംഭവം അറിയപ്പെടുന്നത് എന്താണ്? 1917 എന്ത് ചെയ്തു? വ്ളാഡിമിർ ലെനിൻ്റെ നേതൃത്വത്തിൽ ബോൾഷെവിക്കുകൾ സായുധ വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചടക്കി. ഈ ഒരു സംഭവം അറിയപ്പെടുന്നത് എന്താണ്? ഫെബ്രുവരി വിപ്ലവം, ഒക്ടോബർ വിപ്ലവം, രക്തരൂക്ഷിത ഞായറാഴ്ച, ഇവയൊന്നുമല്ല. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഒക്ടോബർ വിപ്ലവമാണ്. ഫെബ്രുവരി വിപ്ലവം എന്താണ്? അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലാണ് നടന്നത്. മെൻഷെവിക് നേതാവായിരുന്ന അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലാണ് എന്ത്? ഫെബ്രുവരി വിപ്ലവം നടന്നത്. അതിന് ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷമാണെന്ത്? സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമനായിരുന്നു ഈ സമയത്ത് ചക്രവർത്തി. അതിനുശേഷം ഒരു താൽക്കാലിക ഗവൺമെൻറ് മെൻഷെവിക് നേതാവായിരുന്ന അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ വന്നു. ഈ അലക്സാണ്ടർ കെരൻസ്കിക്കെതിരെ, മെൻഷെവിക്കുകൾക്കെതിരെയാണ് എന്ത്? വ്ളാഡിമിർ ലെനിൻ്റെ നേതൃത്വത്തിൽ 1917 സായുധ വിപ്ലവം നടത്തിക്കൊണ്ട് അധികാരം പിടിച്ചെടുത്തത്. ഈ ഒരു സംഭവമാണ് അറിയപ്പെടുന്നത്? ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നത്.
രക്തരൂക്ഷിത ഞായറാഴ്ച നമ്മൾ പറഞ്ഞു, അവിടെ തൊഴിലാളികൾക്ക് നേരെ പട്ടാളക്കാർ വെടിവെച്ച സംഭവമാണിത് രക്തരൂക്ഷിത ഞായറാഴ്ച. 1905 ജനുവരി 9 ഈ ഒരു സംഭവം നടന്നത്. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഒക്ടോബർ വിപ്ലവമാണെന്ത് വ്ളാഡിമിർ ലെനിൻ്റെ നേതൃത്വത്തിൽ ബോൾഷെവിക്കുകൾ സായുധ വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചടക്കിയ സംഭവം അറിയപ്പെടുന്നത്. 1917 വ്ളാഡിമിർ ലെനിൻ റഷ്യയുടെ അധികാരം പിടിച്ചത്. സായുധ വിപ്ലവത്തിലൂടെയായിരുന്നു അധികാരം പിടിച്ചടക്കിയത്. ഇതാണെന്ത് ഒക്ടോബർ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതല്ല? അപ്പോൾ ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം അല്ലെങ്കിൽ വ്ളാഡിമിർ ലെനിൻ്റെ നേതൃത്വത്തിൽ അധികാരം പിടിച്ചതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു. രണ്ടാമത്തത് പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. മൂന്നാമത്തത് സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു. സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർത്ത് സോവിയറ്റ് യൂണിയൻ അഥവാ USSR രൂപീകരിക്കപ്പെടുകയും ചെയ്തു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി. അപ്പോൾ താഴെ തന്നിരിക്കുന്ന എല്ലാം റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ അനന്തര ഫലങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഈ തന്ന 5 കാര്യങ്ങളും. ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി. അതുപോലെ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് കർഷകർക്ക് വിതരണം ചെയ്തു. പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. അതുപോലെ കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. അതുപോലെ തന്നെ 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു. 1924 ഒരു പ്രത്യേകത നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് വൈക്കം സത്യാഗ്രഹം TK മാധവൻ്റെ നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമാണ് 1924. അതേ വർഷം വൈക്കം സത്യാഗ്രഹം നടക്കുന്ന അതേ വർഷം തന്നെയാണ് റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വന്നത്. ഈ ഭരണഘടന പ്രകാരം സോവിയറ്റ് റിപ്പബ്ലിക്കുകളൊക്കെ കൂടിയും സോവിയറ്റ് യൂണിയൻ അഥവാ USSR രൂപീകരിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ 1924 നിലവിൽ വന്ന ഭരണഘടന പ്രകാരം എല്ലാ സോവിയറ്റ് റിപ്പബ്ലിക്കുകളും കൂടിക്കൊണ്ട് സോവിയറ്റ് യൂണിയൻ അഥവാ USSR രൂപീകരിക്കപ്പെടുകയും ചെയ്തു. അടുത്തത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റഷ്യൻ വിപ്ലവത്തിന് ശേഷം സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി. നമ്മുടെ ഇന്ത്യയിലും ഇതിൻ്റെ ഫലമായി കോൺഗ്രസ്സിലെ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് വിഭാഗമായി പ്രവർത്തിച്ചതൊക്കെ ഈ ഒരു റഷ്യൻ വിപ്ലവത്തിന് ശേഷമാണ്. ജവഹർലാൽ നെഹ്റു ഒക്കെ സോഷ്യലിസ്റ്റ് ആശയത്തിൻ്റെ ഒരു വക്താവായിരുന്നു ജവഹർലാൽ നെഹ്റു. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു ഭാഗം കോൺഗ്രസ്സിലെ ഒരു ഭാഗം തന്നെ സോഷ്യലിസ്റ്റ് ആശയങ്ങളുമായി കൊണ്ട് അവർ പ്രത്യേക ഗ്രൂപ്പായിട്ട് നിലനിന്നു. അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി. ഒക്ടോബർ വിപ്ലവത്തിൻ്റെ മുന്നോടിയായി ബോൾഷെവിക്കുകൾ ലെനിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഏതെല്ലാമായിരുന്നു? ഈ ഒക്ടോബർ വിപ്ലവം നടക്കുന്നതിന് മുമ്പ് തൊഴിലാളികൾ അല്ലെങ്കിൽ ബോൾഷെവിക്കുകൾ വ്ളാഡിമിർ ലെനിൻ്റെ നേതൃത്വത്തിൽ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും അത് സോവിയറ്റിലാകെ പ്രചരിപ്പിക്കുകയും ചെയ്തു. എല്ലാ സോവിയറ്റുകളിലും ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒക്ടോബർ വിപ്ലവത്തിൻ്റെ മുന്നോടിയായി ഇങ്ങനെ ബോൾഷെവിക്കുകൾ ലെനിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? പ്രസ്താവന നോക്കാം. ഒന്നാമത്തത്, ഒന്നാം ലോകയുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക. പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക. ഫാക്ടറികൾ ജനങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റുക. അപ്പോൾ ഈ 3 ആവശ്യങ്ങളും ബോൾഷെവിക്കുകൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ തന്നെയാണ് ഈ ഒരു 3 ആവശ്യങ്ങൾ. അപ്പോൾ ഒക്ടോബർ വിപ്ലവത്തിന് മുന്നോടിയായി ബോൾഷെവിക്കുകൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക. പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് കർഷകർക്ക് വിതരണം ചെയ്യുക. ഫാക്ടറികൾ ജനങ്ങൾക്ക് പൊതു സ്വത്താക്കി മാറ്റുക. ഈ 3 ആവശ്യങ്ങളും അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ്. അവർ വിപ്ലവത്തിന് ശേഷം ഈ ആവശ്യങ്ങളൊക്കെ നടപ്പിലാക്കി. നമ്മൾ മുൻ ചോദ്യത്തിൽ പഠിച്ചതാണ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്നുള്ള ഭാഗത്തിൽ നമ്മളിപ്പോൾ മുൻ ചോദ്യത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇവർ മുന്നോട്ട് വെച്ച ഈ ആവശ്യങ്ങളൊക്കെ ഇവർ വിപ്ലവത്തിന് ശേഷം നടപ്പിലാക്കുകയും ചെയ്തു. ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കമ്മ്യൂണിസം, മാർക്സിസം, സോഷ്യലിസം, വിപ്ലവം. ഒന്നുകൂടി പറയാം, ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്ന ആശയം എന്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മാർക്സിസം. മാർക്സിസവുമായി ബന്ധപ്പെട്ടതാണെന്ത്? ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം. ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്ന ആശയം മാർക്സിസവുമായി ബന്ധപ്പെട്ട ആശയമാണ്. ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ്, മാർക്സിസം എന്ന ആശയ സംഹിതയ്ക്ക് രൂപം നൽകിയ വ്യക്തികൾ ആരൊക്കെയായിരുന്നു? മാർക്സിസം എന്ന ആശയ സംഹിതയ്ക്ക് രൂപം നൽകിയ വ്യക്തികൾ ആരൊക്കെയായിരുന്നു? 1 കാറൽ മാർക്സ്, 2 ഫ്രെഡറിക് എംഗൽസ്, 3 അരിസ്റ്റോട്ടിൽ, 4 പ്ലാറ്റോ. ഇവയിൽ ആരൊക്കെയായിരുന്നു മാർക്സിസം എന്ന ആശയ സംഹിതയ്ക്ക് രൂപം നൽകിയത്? ഉത്തരം 1, 2 എന്നിവരാണ്. കാറൽ മാർക്സും ഫ്രെഡറിക് എംഗൽസുമാണെന്ത്? മാർക്സിസം എന്ന ആശയ സംഹിതയ്ക്ക് രൂപം നൽകിയത്. മാർക്സിസം എന്ന ആശയ സംഹിതയ്ക്ക് രൂപം നൽകിയ ആളുകൾ ആരൊക്കെയാണ്? കാറൽ മാർക്സും ഫ്രെഡറിക് എംഗൽസുമാണ്. കാറൽ മാർക്സും ഫ്രെഡറിക് എംഗൽസും ചേർന്നാണെന്ത്? മാർക്സിസം എന്ന ആശയ സംഹിതയ്ക്ക് രൂപം നൽകിയത്. റഷ്യൻ വിപ്ലവ കാലഘട്ടത്തിലാണെന്ത് ഈ ഒരു ആശയം പ്രചരണം നേടിയത്. അപ്പോൾ ഇത്രയാണെന്ത് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പഠിക്കാനുള്ളത്. ഏകദേശം 20ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത്. അപ്പം മറ്റു ചില ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.